Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി ആണെങ്കിൽ ആ പുഴു മോൺസ്റ്ററിന്റെ വായിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. അത് കാണേണ്ട താമസം റോഹിയും ബ്രോഹിയും അവർ രണ്ടുപേരും അവിടേക്ക് വന്ന് ആ പുഴുവിനെ ആഞ്ഞു വെട്ടും. ആ പുഴുവാണെങ്കിൽ തകർന്ന് താഴേക്ക് വീഴും. നമ്മുടെ ലൂഫി അവൻ മുകളിലേക്ക് ഉയർന്നു വരികയാണ്. ലൂഫിക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷം. അവരാണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, നിന്നെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി, നിനക്ക് സുഖമല്ലേ? അത് കേട്ട് ലൂഫി ചിരിക്കും. ലൂഫിക്കറിയാം 2 വർഷമായി ലൂഫി അവരെ കണ്ടിട്ട് എന്ന്. ഒരു ഭാഗത്ത് ആ ബേർഡ് മോൺസ്റ്റർ അതാണെങ്കിൽ ആ ഡോമിൽ ആഞ്ഞു മുട്ടുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ഡോമിൽ നിന്ന് ഇപ്പൊ പുകയൊക്കെ മുകളിലേക്ക് ഉയരുകയാണ്. ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ അകത്തേക്ക് പോയി കഴിഞ്ഞു. ജിംബൈ ആണെങ്കിൽ അതിനെ കാണുമ്പോൾ തന്നെ ഞെട്ടും. ജിംബൈക്ക് ഉറപ്പുണ്ട് അത് അവരുടെ ശത്രു തന്നെയാണെന്ന്. ഒരു കാരണവശാലും അതിന് മുൻപിൽ പെട്ടുപോകാൻ പാടില്ല. അത് ഭയങ്കര പവർഫുൾ ആണ്, അവരെ തകർക്കും. ഇത്രയും വേഗം സമയം കളയാതെ സാഞ്ചിയെയും കണ്ടെത്തി അവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് ചിന്തിച്ച് ജിംബൈ ആണെങ്കിൽ ഇപ്പൊ ഉഷാറായിട്ട് ഓടും. ജിംബൈ ആണെങ്കിൽ ആദ്യം ഓടി സോറോയുടെ അടുത്തേക്ക് വരും. നിന്റെ ഫൈറ്റ് അത് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിക്കും. അതിന് സോറോ പറയും ഇല്ല. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഇത്രയും നേരവും ഫൈറ്റ് ചെയ്തിരുന്ന ലുച്ചിയെ കാണിക്കും. സോറോയുടെ 3 സ്ക്വാഡ് പവറിൽ അവന്റെ ബോഡിയിൽ ഇപ്പോ 3 വെട്ട് കൊണ്ടിരിക്കുകയാണ്. ചോര തുളുമ്പി ലുച്ചി അങ്ങനെ നിൽക്കും. സോറോ ആണെങ്കിൽ വെയിറ്റ് ചെയ്യാണ്. കാരണം അവന് നന്നായിട്ട് അറിയാം ആ ലുച്ചി വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന്. ഇവിടെ സാഞ്ചി ആണെങ്കിൽ വിളിച്ചു പറയും, സോറോയുടെ ഫൈറ്റ് കഴിഞ്ഞെങ്കിൽ എത്രയും വേഗം അവനെ കൂട്ടി അവിടുന്ന് രക്ഷപ്പെടും. സിറ്റുവേഷൻ അത് നമ്മുടെ കൈവിട്ട് പോവാണ്. അത് കേൾക്കേണ്ട താമസം ലുച്ചി ആണെങ്കിൽ വീണ്ടും സോറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. സോറോയും തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ജിംബൈ സോറോയെ പിടിച്ചു വലിച്ച് ലോക്ക് ചെയ്യാണ്. ജിംബൈ ആണെങ്കിൽ ഇപ്പൊ ലുച്ചിയോട് പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കിപ്പോ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ലുച്ചി ആണെങ്കിൽ പിന്നാലെ വരുന്നത് കണ്ട ജിംബൈ 5000 ബ്രിക്സ് പവർ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് അവനെ ഡൈവേർട്ട് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. എനിക്കാണെങ്കിൽ ജിംബയുടെ ആ ഒരു അറ്റാക്കിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവന്റെ തൊട്ട് മുൻപിൽ ആ ബേർഡ് മോൺസ്റ്റർ അവനെ ടെററായിട്ട് നോക്കും. മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ യോർക്കിനെ കുറിച്ച് ചോദിക്കും. ലുച്ചി ആണെങ്കിൽ ഒരു സെക്കൻഡ് അതിനെ കണ്ട് ഫ്രീസ് ആവും. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോക്കി പവർ അവന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾക്കാരും അതിനെ കണ്ട് ജസ്റ്റ് ഒന്ന് വണ്ടർ അടിക്കും. പക്ഷെ അവര് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാതെ കടന്നു പോവാണ്. ഇവിടെ ലുച്ചി ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവൻ ചോദിച്ച ഡീറ്റെയിൽസ് എല്ലാം ഇപ്പൊ മോൺസ്റ്ററിന് പറഞ്ഞു കൊടുക്കും. ജോർക്കിനെ എ ബ്ലോക്കിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സോറോയും ജിംബയും അവർ രണ്ടുപേരും ഇത്രയും നേരവും എന്നോട് ഫൈറ്റ് ചെയ്യായിരുന്നു. സ്ട്രോ ടീമിലെ 5 ടീംമേറ്റ്സും 2 വേഗ് ഓഫ് പങ്ക്സും അവര് ഇപ്പോൾ കടൽ വഴി രക്ഷപ്പെട്ടു പോകാനായിട്ട് കടലിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു. 83 സർഫ്യൂംസും സോൾജേഴ്സും അവരെല്ലാവരും ബേസ്മെന്റിലുണ്ട്. മാത്രമല്ല ഇനി 6 മിനിറ്റിനുള്ളിൽ ഡോക്ടർ വേഗോഫ് പങ്കിന്റെ ആ ഒരു വെളിപ്പെടുത്തൽ അത് ആരംഭിക്കും. ആ ബേർഡ് ആണെങ്കിൽ ഇനി എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. അത് കേട്ട് ഇപ്പോ ലുച്ചി ആണെങ്കിൽ അവനോട് പറയും, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ പാർട്ണർ അവൻ ആ കൺട്രോൾ റൂമിൽ കുടുങ്ങിക്കിടക്കുകയാണ്, എങ്ങനെയെങ്കിലും അവനെ മോചിപ്പിക്കണം. അതിനാ മോൺസ്റ്റർ പറയും, നിന്റെ ചീപ്പ് ഇമോഷൻസ് ഒന്നും ഇപ്പോ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്താ ഇവിടെ ലൂഫിയും ബ്രോഹിയും അവർ രണ്ടുപേരും ഇപ്പൊ ക്യാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ബ്രോഹിക്കും ലൂഫിയുടെ പുതിയ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. മറ്റൊരു ഭാഗത്ത് ബാക്കിയുള്ള 2 മോൺസ്റ്റേഴ്സ് അവറ്റകളാണെങ്കിൽ ഇപ്പൊ അവരുടെ റാംപേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മോൺസ്റ്റേഴ്സിനെ കണ്ട് ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഈ മോൺസ്റ്റേഴ്സുകളെ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഇവറ്റകൾ വെറുതെ എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. കുഴപ്പമില്ല, ഞാൻ ഇവറ്റകളെ സിമ്പിളായിട്ട് വെട്ടിയിടുന്നു പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങും. അത് കണ്ട് ബ്രോഹിയും ഇപ്പൊ ലൂഫിയെ തടയാണ്. കാരണം ലാസ്റ്റ് ടൈം സാഞ്ചി അവരെ പറഞ്ഞ് ഏൽപ്പിച്ചത് എത്രയും വേഗം ലൂഫിയെ കണ്ടെത്തി ആ ഒരു മറൈൻ ഭാഗത്തേക്ക് വരാനാണ്. അവർക്ക് ഫൈറ്റ് ചെയ്യാൻ സമയമില്ല, എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. സോ അതാണ് അവരുടെ ലക്ഷ്യം. സോ ആ കാര്യം അവരിപ്പോൾ ലൂഫിയോട് പറയും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അവനാണെങ്കിൽ അവരോട് ചോദിക്കും, ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതിന് അവർ പറയും, ന്യൂസ് പേപ്പറിൽ ന്യൂസ് വന്നു, നീ നിന്റെ ടീംമേറ്റ്സും ഈ ഒരു ഐലാൻഡിൽ ഉണ്ടെന്നാണ് ന്യൂസിൽ പറഞ്ഞത്. മാത്രമല്ല ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ നിങ്ങളാണ് ഹോസ്റ്റേജ് ആക്കി വെച്ചിരിക്കുന്നതെന്നും നേവിയെ വെല്ലുവിളിച്ചതെന്നുമാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. അത് കേട്ട് ഇപ്പൊ ബ്രോഹിയും അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയും പൊട്ടിച്ചിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആരൊക്കെ എഡ്ഹെഡ് ഐലാൻഡിന്റെ ഏതൊക്കെ ഭാഗത്താണ് ഉള്ളതെന്ന് കാണിക്കും. ഡ്രോഹി ആണെങ്കിൽ ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പോലുള്ള സാധനം ഉപയോഗിച്ച് ഉച്ചത്തിൽ ഊതും. അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവരെവിടെയാണ് ഉള്ളതെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ജയൻസിന്റെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ കാര്യം പിടികിട്ടും. ആ ജയൻസ് അവർ രണ്ടുപേരും ലൂഫിയെ മീറ്റ് ചെയ്തു എന്ന്. ഇനി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എത്രയും വേഗം കപ്പലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കപ്പലിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ആ ഒരു പന്നി മോൺസ്റ്റർ അതിപ്പോ അവരുടെ മുൻപിലേക്ക് വന്ന് വലിയൊരു ഹോക്കി പവർ ഉപയോഗിച്ച് അവരുടെ നേർക്ക് ആഞ്ഞു ഊതുക. ആ ഒരു പവറിൽ
ജയൻസിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ആൾക്കാർ, സോൾജിയേഴ്സ്, കടലിലുണ്ടായിരുന്ന സോൾജിയേഴ്സ് അവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ബ്രോഹിയും ആണെങ്കിൽ ആ ഒരു ഹോക്കി പവർ അവരുടെ ഷീൽഡ് വെച്ച് പ്രിവെന്റ് ചെയ്യും. പക്ഷെ പതിയെ അതിന്റെ പവർ കൂടി വന്ന് ലൂഫിയുടെ മുഖവും കൈയും എല്ലാം തന്നെ അലിഞ്ഞു നീണ്ട് അവന്റെ ഡ്രസ്സും തൊപ്പിയും അതൊക്കെ അങ്ങനെ പറന്നു പോവും. ആ പന്നിയുടെ പവറിൽ ഇപ്പൊ നമ്മുടെ ലൂഫിയുടെ കണ്ണും തൊപ്പിയും ടെസ്റ്റിലെ മാർക്കും എല്ലാം തന്നെ അങ്ങനെ പറന്നു പോവാണ്. ദ്രോഹി ആണെങ്കിൽ അവന്റെ വെപ്പൻ ഉപയോഗിച്ച് അത് തടയും. ഇവിടെ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ അവന്റെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളെല്ലാം തിരികെ പിടിച്ച് നോർമലാക്കി അവന്റെ ബോഡിയിൽ തന്നെ സെറ്റ് ചെയ്യുകയാണ്. ബ്രോഹി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് ചോദിക്കും, ആ പന്നി തലയൻ അവൻ ശരിക്കും ആരാണ്? സത്യത്തില് അവന്റെ ബോഡിയിൽ നിന്ന് വലിയൊരു ഹോക്കി പവർ അത് ഞങ്ങൾക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു. ലൂഫി ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, അത് വേൾഡ് ഗവൺമെന്റിലെ ഏതോ സീനിയർ ഓഫീസറാണ്, അതാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്ത നിമിഷം ആ ഒരു മോൺസ്റ്റർ പന്നി അവിടേക്ക് ചാടി വരും. ലൂഫി, നിന്റെ സമയം അത് അടുത്തു കഴിഞ്ഞു. നിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് നീ ബാക്ക് ടു നോർമൽ ആവാതിരിക്കാൻ നീ പ്രേ ചെയ്തോ, അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ ചാടി വീഴും. ഒരു മോൺസ്റ്ററിന്റെ 2 കൊമ്പുകൾ അതിപ്പോ വലിയ സ്ക്വാഡായി മാറി ലൂഫിക്ക് നേരെ പാഞ്ഞു വരികയാണ്. അടുത്ത നിമിഷം ബ്രോഹിയും ആണെങ്കിൽ അവരുടെ ഷീൽഡ് പന്നിക്ക് നേരെ അങ്ങനെ നീട്ടിപ്പിടിക്കും. പന്നിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് നിങ്ങൾക്ക് അറിയില്ല. അതിന് ബ്രോഹിയും പറയും, ഇവൻ ലൂഫിയാണ്, ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഇവനൊരു പോറൽ പോലും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മാറ്റോടാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് പറയും, നിങ്ങൾ ആരായിരുന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഈ ലോകത്തിൽ നിന്ന് തന്നെ നിങ്ങളെ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ് വായിൽ നിന്നൊരു പ്രത്യേക പവർ പുറത്തേക്ക് കൊണ്ടുപോയി വായിലൂടെ ബുള്ളറ്റ്സ് അത് പുറത്തേക്ക് അങ്ങനെ ചേറി പാഞ്ഞു വരികയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പോയിസൺ ബുള്ളറ്റ് ആണെന്ന്. അത് ദേഹത്ത് കൊണ്ടാ അത് ഈ അപകടമാണെന്ന് മനസ്സിലാക്കിയ ലൂഫി ആണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു വൃക്ഷം അതങ്ങനെ പിടിച്ചു വലിച്ചെടുത്ത് ഒരു ബാറ്റ് പോലെ ആക്കി മാറ്റി അതിൽ 56 നമ്പറൊക്കെ ഇട്ട് ആ ബുള്ളറ്റ്സ് നേർക്ക് തന്നെ അടിച്ച് തെറിപ്പിക്കുകയാണ്. നീ വെച്ച കണിയിൽ ഇപ്പൊ നീ തന്നെ വീഴാൻ പോവുകയാണെന്ന് പറയും. തെറിച്ചുപോയ ബുള്ളറ്റ്സ് ആണെങ്കിൽ അവന്റെ അടുത്ത് വന്ന് പൊട്ടിത്തെറിക്കും. ബ്രോഹിയും ആണെങ്കിൽ ചുറ്റും നോക്കും, തീ അങ്ങനെ കത്തി പടരുകയാണ്. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവര് രക്ഷപ്പെടാൻ ശ്രമിക്കും. അവരുടെ ബോഡി കത്തിയിട്ടും അത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരികയാണ്. മോൺസ്റ്റേഴ്സ് എല്ലാം തന്നെ വീണ്ടും റീജനറേറ്റ് ആവുകയാണ്. ഇവിടെ നാമിയും ഉസോപ്പിനെയും കാണിക്കും. അവരാണെങ്കിൽ ബ്ലോക്കായി കിടക്കുന്ന കപ്പലിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ എല്ലാവർക്കും സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കമോൺ ഉറപ്പായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്നൊക്കെ പറഞ്ഞ് അവർ കട്ട സപ്പോർട്ട് കൊടുക്കും. നാമി ആണെങ്കിൽ അതിന് ദേഷ്യപ്പെടും. ഇവനാണെങ്കിൽ പരുക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. മറ്റൊരു ഭാഗത്ത് ജിംബയും ടീമും അവരാണെങ്കിൽ കപ്പൽ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ജിംബയുടെ ബൂസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ തീർന്നിരിക്കുകയാണ്. പക്ഷെ എങ്കിലും അവൻ സോറോയും തൂക്കി ഓൾമോസ്റ്റ് അടുത്ത് വന്നു കഴിഞ്ഞു. ഇവിടെ ടോണിയും ടീമും ആണെങ്കിൽ കപ്പലിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അവരുടെ തൊട്ട് മുൻപിൽ ആ വൈസ് അഡ്മിറൽസും ടീമും അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ എന്തോ കാര്യമായിട്ട് ബാഡായിട്ട് ഫീൽ ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് യോർക്ക് അവളെ ആണെങ്കിൽ അവരെല്ലാവരും ചേർന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഡോക്ടർ വേഗോഫ് പങ്കിന്റെ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ആളാണെങ്കിൽ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഹായ് ആയിട്ട് വീഡിയോ നിൽക്കുകയാണ്. സ്റ്റസി ആണെങ്കിൽ അവളെ പേടിപ്പിക്കുകയാണ്. അതേസമയം ആ ബേർഡ് മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു സ്ഥലം തകർത്ത് അവിടേക്ക് കടന്നു വരികയാണ്. ആ മോൺസ്റ്റർ ബേർഡ് ആണെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ട് ചോദിക്കുക മോണിറ്റർ റൂം അതെവിടെയെന്നായിരിക്കും. അതിനവളാണെങ്കിൽ പേടിച്ച് ഇവിടുന്ന് പോകാനായിട്ട് ഉച്ചത്തിൽ അലറും. മറ്റൊരു ഭാഗത്ത് കിസറും അവനാണെങ്കിൽ അടികിട്ടി കപ്പലിൽ അങ്ങനെ അടിച്ചു വീണ് കിടക്കുകയാണ്. അവനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ഒരു വലിയ റോബോട്ട് അതിപ്പോഴാണ് ഓൺ ആയതിനു ശേഷം എഴുന്നേൽക്കുക. ബോയ് അദ്ദേഹം എത്തിയോന്ന് ചോദിച്ച് അതാണെങ്കിൽ പതിയെ എഴുന്നേൽക്കും. അതിന്റെ ബോഡിയിലുണ്ടായിരുന്ന സ്പിയർ അതങ്ങനെ വലിച്ചു ഊരുകയാണ്. അതേസമയം അതിന്റെ തൊട്ട് മുൻപിലുണ്ടായിരുന്ന ട്രെയിൻ സോൾജിയേഴ്സ് ആണെങ്കിൽ എൽബോഫിന്റെ ആ ഒരു കപ്പല് അത് തകർക്കണമെന്ന് പരസ്പരം പറയും. 10 നിമിഷം ആ ഒരു ജയന്റ് റോബോട്ട് അത് അവിടേക്ക് നടന്നു വരികയാണ്. അതാണെങ്കിൽ ലൂഫിയെ നോക്കി ജോയ് ബോയ് ഐ എം സോറി എന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് ഓടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനം.